ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പണ്ട് പഴമക്കാർ പറയണ കേട്ടിട്ടുണ്ട്. ആൾക്കാർ അത്താഴം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കും അത്രേ, അത്താഴ ഭക്ഷണിക്കാരുണ്ടോ എന്ന് പുറത്തേക്ക് വിളിച്ച് ചോദിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിശക്കുന്നവരുണ്ടെങ്കിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുമെന്ന്. നമ്മൾ വയറ് നിറയുന്ന പോലെ നമ്മുടെ മനസ്സും നിറയുമ്പോൾ നമുക്ക്, അതായത് മനസ്സും എപ്പോഴും സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലേ. ഇത് ഞാൻ പറയാനായിട്ടുള്ള കാരണം, ഇന്നലെ ഞങ്ങൾ ചർച്ചിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഹോളി മാസിന് ഞങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നതിനിപ്പോൾ, അപ്പോൾ ഈ ഹോളി മാസിൻ്റെ സമയത്ത് വെഞ്ചരിച്ച തിരുവോസ്തി അച്ഛൻ അത് കൊടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞവർ, അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാപ്റ്റിസം എടുത്തവർ, അവർ മാത്രമേ ഇത് സ്വീകരിക്കാൻ പാടുള്ളൂ. നോക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഇത് സ്വീകരിച്ചു. എന്നിട്ട് അവർ കഴിക്കുന്നില്ല, അവരിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പോകും. അപ്പോൾ അച്ഛനെങ്ങനെ അവരിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അവർ സീറ്റിൽ വന്നു. അപ്പോൾ ഞാനും നോക്കുവാണ്, ഇവർ കഴിക്കുന്നില്ല, ഇവരിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളിങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ അവരത് വായിലേക്ക് ഇടുന്നതും കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ സംശയത്തോടു കൂടി ഇവരെ നോക്കാം. ഈ സംശയത്തോടു കൂടി നോക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, അച്ഛനും ഇതുപോലെ നോക്കിയതിൻ്റെ കാരണം, ചിരിച്ച തിരുവോസ്തി ആൾക്കാർ പുറത്ത് കൊണ്ടുപോയി വിൽക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പൈശാചിക ശക്തികളെ ആരാധിക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വെഞ്ചിരിച്ച് ഓസ്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് പണം കിട്ടും. അപ്പോൾ അതിനു വേണ്ടി ആൾക്കാർ വരും. കേരളത്തിലൊക്കെ വളരെ കോമൺ ആണെന്നാണ് പറയുന്നത്, ഇവിടെ എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു കാര്യം ഓർമ്മ വന്നത്, അതായത് ഞാൻ ഇവിടെ UAE പൊതുവെ ഒത്തിരി സ്ത്രീകൾ ഈസി ആയിട്ട് വരാൻ പറ്റുന്നൊരു സ്ഥലമാണ് UAE. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവരിവിടെ വരുന്നത്. ഒരു ദിവസം ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ കോറിഡോറിൽ ഇങ്ങനെ ഇതുപോലൊരു കുട്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഫോൺ സ്റ്റേജിയാണോ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എനിക്കൊന്ന് സംസാരിക്കണം. അങ്ങനെ വീട്ടിൽ കയറി. അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ കണ്ടിന്യൂസ് പിന്നെ വിളിയായി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, എല്ലാ മനുഷ്യന്മാർക്കും മറ്റൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണം. അപ്പോൾ എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ആകെ എൻ്റെ വിശ്വാസം, ജീസസ് ക്രൈസ്റ്റിലാണ് എൻ്റെ വിശ്വാസം മാത്രമേ എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൂ. വേറെ ഒരു വ്യക്തിയും എനിക്ക് ഈ ലോകത്ത് ചൂണ്ടിക്കാണിക്കാനില്ല. അപ്പോൾ അവർ ശരിക്കും എൻ്റെ വിശ്വാസത്തിലുള്ള വ്യക്തിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ്, ഞാൻ ഒരു മനുഷ്യരിൽ ഞാൻ വിശ്വാസം അർപ്പിച്ചിട്ടല്ല എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഭയങ്കര താല്പര്യമായി. അപ്പോൾ ആൾ പറഞ്ഞു, ഫോൺ സ്റ്റേജ് പള്ളിയിൽ പോകുമ്പോൾ എന്നെയും കൂടി ഒരു ദിവസം കൊണ്ടുപോയി, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ പള്ളിയിലുണ്ടല്ലോ ഒത്തിരി പേര് വരും. കാരണം അത്രയും നാട്ടിൽ ഒരാളോടും പറയാനില്ല. അപ്പോൾ അവർ തേടി വരുന്നത് ഈ പള്ളിയിലാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു ദിവസം കൊണ്ടുപോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോളി കമ്മ്യൂണിയൻ്റെ സമയത്ത് ഞാൻ പോയി ഹോളി കമ്മ്യൂണിയൻ സ്വീകരിച്ചു. പക്ഷേ ഞാൻ കുട്ടിയോട് പറയാൻ മറന്നു, സ്വീകരിക്കാൻ പാടില്ല, കാരണം വിശ്വാസത്തിലേക്ക് വരാത്തത് കൊണ്ട് എന്നുള്ള അതിനുള്ള ചെറിയ ചട്ടങ്ങളും ചിട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയാൻ മറന്നു. ഇവർ പോയി അത് സ്വീകരിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇവരും ഇതുപോലെ കയ്യിൽ പിടിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ഞാനപ്പോൾ വരുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് വായിലിട്ടിട്ടുണ്ടാവുന്നു. അപ്പോൾ ഹോളി കമ്മ്യൂണിയൻ കൊടുത്ത ആൾ വന്നിട്ട് ഇത് ഇവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിച്ചിട്ട് പോയി. വിശ്വാസിയല്ല എന്ന് അറിഞ്ഞിട്ട് ഇവർ തിരിച്ചു വാങ്ങിച്ചിട്ട് പോയി. ഇത് ഇവർക്ക് ഭയങ്കര വിഷമമായി. കുട്ടിക്ക് എന്നോട് പറഞ്ഞു, ഫോൺ സ്റ്റേജ് എനിക്ക് ഭയങ്കര വിഷമമായി, എന്താണ് ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഞാനപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഇതൊക്കെ പറയാനായിട്ടുള്ളൊരു കാരണം ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്രയോ പേരാണെന്നറിയോ ഇതുപോലെ ഒരു സമാധാനത്തിന് വേണ്ടി എന്താ പറയുക, എവിടെ നിന്നെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചു. കാരണം മനുഷ്യരിൽ ഒന്നിലും നമുക്ക് വിശ്വാസമില്ല. ഇനി ദൈവം എന്നുള്ളത്, ആ ദൈവത്തെ അറിയാൻ വേണ്ടി എത്ര പേരെ പള്ളിയിൽ വരണമെന്നറിയോ. പക്ഷേ ഈ കുർബാന കഴിയുമ്പോൾ ഇതുപോലെ സംശയദൃഷ്ടിയോടെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും ഒരാൾ പോലും ആ വ്യക്തിയോട് പോയിട്ട് വരൂ, ഞാൻ പറഞ്ഞു തരാം, അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ജീസസ് ക്രൈസ്റ്റ്, എന്താണ് ഞങ്ങളുടെ വിശ്വാസം, എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് ഒരാൾ പോലും പറയാറില്ല. ഈവൻ അച്ഛന്മാരായാൽ പോലും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അച്ഛന്മാർ പറയേണ്ടതായിട്ടുണ്ട്. കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ അവരൊന്ന് പറയാണ്, ഇന്ന് ഈ പള്ളിയിൽ ആദ്യമായിട്ട് വന്ന വ്യക്തികൾ ഞങ്ങളെ ഒന്ന് വന്ന് കാണണം എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ എന്ത് സന്തോഷമായിരിക്കുന്നു, ഇവരുടെയും മനസ്സ് നിറയും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്താഴ ഭക്ഷണിക്കാരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്ന പോലെ ഇവരെ ഒന്ന് വിളിച്ചു കൊണ്ടുപോയി 2 വാക്ക്, അല്ലെങ്കിൽ ബൈബിളിൽ 2 വചനങ്ങൾ, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അവർക്കതൊരു വലിയൊരു ആശ്വാസവും സമാധാനവുമാണ്. ഞാൻ ഇതുപോലെ തന്നെ വേറെ പല കമ്മ്യൂണിറ്റിയിലും ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ക്രിസ്ത്യാനികൾക്ക് തന്നെ പല സെക്ടറുകളുണ്ട്.
അപ്പോൾ അതിൽ പല കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോയി. ഇപ്പം ഞാൻ 2-3 കമ്മ്യൂണിറ്റി പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചെന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ ലാസ്റ്റ് പറയുന്നൊരു കാര്യം, ഇന്നിവിടെ ആരെങ്കിലും പുതിയതുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണം, ഞങ്ങളുടെ ഒപ്പം ചായ കുടിക്കണം, നമുക്ക് സംസാരിക്കണം, എന്നിട്ട് ഒരേ വ്യക്തികളെയും വിളിച്ചു കൊണ്ടുപോയി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ പള്ളികളിൽ ഇതില്ലാത്തതെന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ശരിക്കും പറഞ്ഞാൽ എൻ്റെയും കൂടി ഒരു കടമയാണ്. അന്ന് ആ സ്ത്രീനെ അന്ന് കാണുമ്പോൾ ഞാൻ ചെന്ന് പറയേണ്ടതായിരുന്നു. പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞെങ്കിൽ ഭയങ്കര ഒരു കുറ്റബോധമായിരുന്നു. ഒന്ന് സംസാരിക്കാമായിരുന്നു എന്ന്. അപ്പോൾ മറ്റുള്ളവരോട് നമ്മുടെ വിശ്വാസം നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുമോ അത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അതുപോലെ തന്നെ അവർക്കും വലിയൊരു ആശ്വാസമാണ്, മനസ്സിനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ളൊരു വലിയൊരു ധൈര്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാ പള്ളികളിലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ വന്ന് കണ്ട് അനുഗ്രഹവും പ്രാർത്ഥനയും മേടിച്ച് പോകുമ്പോൾ അവർക്ക് എന്ത് സമാധാനമായിരിക്കും അല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.